പണ്ടൊരു സ്വാമി തീരുമാനിച്ചു, എല്ലാം മടുത്തു, സംഘം വേണ്ട. വളരെ ഉത്തമമാണ്. വീട്, സ്നേഹിക്കുന്ന വീട്ടുകാർ, അച്ഛനമ്മമാർ, ബന്ധുക്കൾ, ഇഷ്ടം പോലെ സമ്പത്ത് ഒക്കെ വേണ്ടാന്ന് വെച്ചു. ഒരു രാത്രിയിൽ ഇറങ്ങി നടവുണ്ട് പോയി. അദ്ദേഹം വളരെ ഉന്നതമായ സങ്കല്പങ്ങളിൽ നിന്ന് വിട്ട് ഒരു സ്ഥലത്തെത്തി. അവിടെ ജ്ഞാനിയായ ഒരു മഹാത്മാവിനെ ചെന്ന് കണ്ട് നമസ്കരിച്ച് അദ്ദേഹത്തിൽ നിന്ന് ഉപദേശമൊക്കെ കിട്ടി. അവിടെ കൂടി പാത്രം തേക്കുകയും പഠിക്കമെടുക്കുകയും മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് ആരും അറിയാതെ ഇങ്ങനെ കഴിയുകയാണ്. അങ്ങനെ കഴിഞ്ഞു വരവേ ഗുരുവിന് വളരെ ഇഷ്ടപ്പെട്ട ശിഷ്യനായി. അപ്പൊ ഏതാണ്ട് ഗുരു എല്ലാവരെയും വിളിച്ചു കൂട്ടി അടുത്ത അധിപതിയാക്കാൻ ശ്രമിച്ചപ്പോൾ മഠത്തിലേക്ക് തന്നെ അധിപതിയായി. പണ്ട് അവിടെ നിന്നുള്ളതെല്ലാം വിട്ടിട്ടാണ്. ഇത് താല്പര്യമുള്ള വേറെ ഒരുപാട് പേരുണ്ട്. അപ്പം ഗുരുവിനോട് പറഞ്ഞു, അവരാണ് നല്ലതാണ്, അവരാണ് താല്പര്യത്തോടെ, അതുകൊണ്ടാണ് അവർ ചെയ്യേണ്ടത്. അവർക്ക് താല്പര്യം വളരെ കൂടുതലാണ്, അതുകൊണ്ട് അവർ ചെയ്യണ്ട. ഈ ലോകത്തെപ്പോഴും വഴക്കുണ്ടാകുന്നത് എപ്പോഴാണ്? ഈ താല്പര്യമുള്ളവന് കൊടുക്കുകയില്ല. പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഈ താല്പര്യത്തോടെ വീക്ഷിച്ചിരുന്നവരെയൊക്കെ വിട്ട് ഇയാളെ പിടിച്ചങ്ങാക്കി. അയാൾ കുറച്ചു ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പല തരത്തിലും അസ്വസ്ഥയായി. അപ്പൊ ഗുരു ഒരു നിർദ്ദേശം വെച്ചു, തന്റെ സമാധിയും അനുമതിയില്ലാതെയോ സമാധി വരെയോ ഇവിടെ വിട്ടുപോകാൻ പാടില്ല. കിണിഞ്ഞു ഇരുന്ന് ഭംഗിയായി കാര്യമൊക്കെ ചെയ്തു. അപ്പൊ ഇയാള് കാര്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്ക് ഇയാൾ ഒന്നും ചെയ്യുന്നതായി ഭാവിക്കാതിരുന്നപ്പോ ഒരുപാട് വരാൻ തുടങ്ങി. അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ സാധനങ്ങൾ വരാൻ തുടങ്ങി. ഇതങ്ങ് വളരാൻ തുടങ്ങി. അപ്പൊ ഗുരുവിന് വലിയ സന്തോഷമൊക്കെ. ഇയാൾക്ക് ദുഃഖം കൂടി വരാൻ തുടങ്ങി. കാരണം ഈ വരും തോറും ഇയാൾക്ക് താൻ ബന്ധിക്കപ്പെടുന്നു എന്ന തോന്നൽ തോന്നി. ഗുരുവിന്റെ സമാധി കഴിഞ്ഞ ഉടനെ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ ദിവസം വരെ ഗുരുവിന്റെ ആജ്ഞ അനുസരിക്കുക. അദ്ദേഹത്തിന്റെ സമാധി വരെ, അല്ലെങ്കിൽ അദ്ദേഹം ആജ്ഞാപിക്കുന്നവരെയാണ്. അപ്പൊ അതുവരെ ഞാൻ ഇരുന്നു. അതിന്റെ കർമ്മങ്ങളും കഴിഞ്ഞു. ഇനി ഞാൻ വല്ലപ്പോഴുമൊക്കെ സമാധി ദർശിക്കാനും മറ്റു കാര്യത്തിനൊക്കെ വരും. കാരണം എന്നെ ഒന്ന് നിങ്ങളൊക്കെ കൂടെ ആലോചിച്ച ഒരാളെ. അപ്പൊ അവർക്കൊരു ദീർഘനിശ്വാസമൊക്കെ ആയി. കാരണം വെച്ചാല് ഇദ്ദേഹം ആരെയും ഭരിക്കാൻ പോയിട്ടില്ല, ഒന്നിലും താല്പര്യം കാണിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് അവർക്കൊക്കെ വിമർശനമുണ്ട്, ഇതിങ്ങനെയൊന്നും അല്ല പോകണ്ടേ. അവിടുന്ന് അതൊരുത്തൻ എടുത്തുകൊണ്ട് പോയാൽ കണ്ടില്ലെന്ന് വെക്കുക, അതും കൂടെ പിടിച്ചു വെച്ചിരുന്നെങ്കിൽ എത്രയാവുമായിരുന്നു. അങ്ങനെയാണല്ലോ ലോകനീതി. 5 രൂപ പോകുന്നതല്ലാതെ 5 രൂപ വരുന്നതൊന്നും കാണാറില്ല. അങ്ങനെയാണല്ലോ ലോകനീതിയിൽപ്പെട്ടത്. അപ്പൊ അദ്ദേഹം സമാധാനത്തോടുകൂടി സമയത്തതയോടെ പോയി ഗംഗയുടെ തീരത്തൊരു ചെറിയ ചോപ്പടിയൊക്കെ ഉണ്ടാക്കി ആ ചോപ്പടിയിൽ താമസവുകയാണ്. അപ്പൊ അവിടെ നിന്ന് ആരെങ്കിലും വല്ല ഭിക്ഷയും കൊണ്ട് കൊടുത്താൽ കഴിക്കും. അതിൽ കുറച്ച് ഗംഗയിലെ മത്സ്യങ്ങൾക്ക് കൊടുക്കും. ഗംഗ അദ്ദേഹത്തിന്റെ ആവേശമാണ്. അങ്ങനെ ഗംഗയെ രാവിലെയും വൈകുന്നേരവും നമസ്കരിക്കും. ഇങ്ങനെയൊക്കെ സ്വസ്ഥമായിരിക്കുകയാണ്. ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് അവിടേക്ക് വരാൻ തുടങ്ങിയതല്ല. അദ്ദേഹത്തെ അറിഞ്ഞതൊന്നുമല്ല, പുതിയ ആളുകളാണ്. ഇവിടെ ഇങ്ങനൊരു മഹാത്മാവ് ഇരിക്കുകയാണ് എന്ന് കേട്ട് ആളുകൾ വരാൻ തുടങ്ങി. ആദ്യം കുറെ മാർവാടികളുടെ വീട്ടിൽ നിന്നുള്ള സ്ത്രീകളും അവരും വരാൻ തുടങ്ങി. സ്ത്രീകൾ വന്നാൽ പിന്നെ പുരുഷന്മാരതിന്റെ പുറകെ വരും. രണ്ടു കൂട്ടരൂടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പുറകെ അവർക്ക് ഉള്ളതെല്ലാം മുന്നോട്ട് വരും. ഒടുവിൽ അവിടെ ഒരു ചെറിയ പരിപാടിയൊക്കെ ചെറുതായി തുടങ്ങി വലുതായി അദ്ദേഹം ലാസ്റ്റ് തീരുമാനിച്ചു, ഇവിടെ നിന്നാൽ സംഗതി പെശകാണ്. ഒരു ദിവസം അദ്ദേഹം അവിടെ നിന്ന് മുങ്ങി. എവിടേക്കാ പോകുന്നതെന്നൊന്നും പറഞ്ഞില്ല. നേരത്തെ പറഞ്ഞു
ഇതെന്നെ വിടുമെന്ന് തോന്നുന്നില്ല, എന്റെ പുറകെ കൂടിയിരിക്കുകയാണ്. ഇനി ഏതായാലും ഒരു ശല്യവും വരുന്ന, ആൾക്കാരൊന്നും വരുന്ന ഒരു സ്ഥലത്തും താമസിക്കരുതെന്ന് തീരുമാനിച്ചൊരു ഗ്രാമത്തിൽ നർമ്മദയുടെ തീരത്ത് കഷ്ടിച്ചൊരു കുടിലൊക്കെ എടുത്ത് അവിടെ നിന്നു. ഒരു ദിവസം അദ്ദേഹം കുളിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു സാധനം ഒഴുകി വരും. അദ്ദേഹം വലിച്ച് കരക്കി വെച്ചു. ഭയങ്കര ഭാരമാണ്. കരക്കി വെച്ച് വെച്ചപ്പോൾ ഒരു മനുഷ്യനാണ്, വയറൊക്കെ തീർത്തിട്ടുണ്ട്. ഇതിനെ ഒരു കല്ലേ കമത്തി കിടത്തി വെള്ളമൊക്കെ കളഞ്ഞു. അപ്പൊ ഏതാണ്ട് ബോധമൊക്കെ വീണു. ഒരു കുർത്തയൊക്കെ ധരിച്ചൊരു വലിയ കുടവയർ. ഇയാളെ അദ്ദേഹം ഒരു തരത്തിൽ വലിച്ച് കയറ്റി തന്റെ കുട്ടിക്കകത്ത് കിടത്തി. എടുത്ത് പൊങ്ങി കിടത്തി. ഒറ്റയ്ക്കേ ഉള്ളൂ. കിടത്തി, കഞ്ഞിയൊക്കെ കൊടുത്തു, ബോധമൊക്കെ വീണു, എഴുന്നേറ്റു, നടക്കാറായി. അദ്ദേഹം വേണ്ട പരിചരണമൊക്കെ ചെയ്തു. മനുഷ്യധർമ്മപരമായൊരു പരിചരണമേ ചെയ്തുള്ളൂ ഈ ഗ്രാമത്തിൽ. ഇയാൾ എഴുന്നേറ്റ് കഴിഞ്ഞ് നടക്കാനൊക്കെ തുടങ്ങി. ആരാ എന്താന്ന് ചോദിച്ചില്ല. ചോദിച്ചാൽ കെണിയും. ഇനിയും ഇവിടെ ഒന്നും ചോദിക്കേണ്ടാന്ന് തീരുമാനിച്ചു. ഇനി ആരോടും ഒരു പരിചയമുണ്ടോ? പരിചയമെല്ലാം കുഴപ്പമാണ്. അപ്പോഴാണ് ഇയാൾ വെളിയിൽ പോയി ഫോൺ വിളിച്ച് മക്കളെയൊക്കെ വരുത്തി. ഇയാൾ ബംഗാളിൽ എവിടെയുള്ള ഒരു വലിയ കോടീശ്വരനാണ്. കഴിഞ്ഞു. അച്ഛനെ രക്ഷിച്ച് ഇയാളിങ്ങനെ കുടിലിൽ താമസിച്ചാൽ ശരിയാവും. ലോറിയായി, മണ്ണായി, സിമന്റായി, കമ്പിയായി. ഇനി രക്ഷയില്ല. അതവിടെ മുങ്ങി. അപ്പൊ എവിടെ പോയാലും ഈ ഒരു സാധനം പ്രാരബ്ധമുണ്ടോ? തരണം. അപ്പൊ ലൗകികവും ഇങ്ങനെ തന്നെയാണ്. ആത്മീയത മാത്രമല്ല. എത്ര പേരാണ് ആഗ്രഹിച്ച് നടക്കുന്നത്? ഒരു സ്ഥാനം, ഒരു മാനം, കുറച്ച് ധനം ഒക്കെ കിട്ടാൻ. മായ കഴിയില്ല. മായവനെ ചുഴറ്റുക. ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഓടുന്നവനെ മായദാസിയെപ്പോലെ നിന്ന് പിടികൂടി ഇതെടുക്കണം എന്ന് പറഞ്ഞ് തലയെ വെച്ച്, നിന്റെ ഇതൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഓടിയാൽ പിടിവിടാവുന്നില്ല. പ്രാരബ്ധം വളരെ. ലൗകികവും ഇങ്ങനെ മാത്രം, ആത്മീയവും ഇങ്ങനെ മാത്രം. ഇതിന് അദൃഷ്ടം, ഇതിന് ദൃഷ്ടം എന്ന് പേര് പറയാൻ പറ്റില്ല. കാരണം ഇത് ആത്മീയമാണ്. അല്ലെങ്കിൽ നാടും വീടും ഒക്കെ വിട്ട് അവിടെ ചെന്നപ്പം ഇതൊന്നും ആഗ്രഹിക്കാതെ പാത്രം തേച്ച് അങ്ങനെ അവിടെ കൂടിയാൽ മതി. പാത്രം തേച്ച് ജീവിതം തീർന്നാൽ മതി. ഇതൊക്കെ അതേ ആഗ്രഹമുള്ളൂ. അപ്പൊ ജീവിതമാകെ ഒരു അജ്ഞേയത, ഒരു അദൃഷ്ടം നമ്മെ ഭരിക്കുന്നു. അദൃഷ്ടത്തിൽ അധിഷ്ഠിതമാണ് ഇതെല്ലാം. ലൗകികവും പാരത്രികവും എല്ലാം.